ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലും രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഇടപെടലുകളും ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ജർമ്മനിയും അമേരിക്കയും നേരത്തെ രംഗത്ത് വന്നിരുന്നു. ജർമ്മനിയുടെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. അതിനുശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്ന ചില വാക്കുകൾ വന്നത്. അമേരിക്കയെയും ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. എന്നാൽ പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയും അമേരിക്ക വീണ്ടും ഇന്ത്യയുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ നിന്നാണ് ഒരു പ്രതികരണം വരുന്നത്. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കും പൗരന്മാർക്കും അവരുടെ അവകാശം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് കരുതുന്നു എന്നെല്ലാം UN സെക്രട്ടറി ജനറലിൻ്റെ വക്താവാണ് പറഞ്ഞിരിക്കുന്നത്. കെജ്രിവാളിൻ്റെ അറസ്റ്റും കോൺഗ്രസിനെതിരായ ആദായനികുതി വകുപ്പിൻ്റെ നടപടിയുമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും അമേരിക്കയും ജർമ്മനിയും പോലുള്ള ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും UN പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയുമെല്ലാം ഇന്ത്യയിലെ വിഷയങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.